ആ ചേച്ചി നേരത്തെ പോയി. ആ എന്നാ പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വരുന്നുണ്ട്. അവള് ഇത് എത്ര മണിക്ക് വരുമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ? ചേച്ചി പിന്നെ വൈകുന്നേരം ആവും, പക്ഷേങ്കില് എപ്പോഴാ വരുമോന്നൊന്നും എന്നോട് ശരിക്കും പറഞ്ഞിട്ടില്ല. എന്തായാലും വൈകുന്നേരം ആവും. ഞാനിപ്പോ അങ്ങോട്ട് വരാം. സാറ് ജോലിയെല്ലാം ഒതുങ്ങിയോ? നിന്റെ വീട്ടിലെ ജോലിയെല്ലാം നിന്റെ ഒതുങ്ങിയാ? കുറച്ച് ജോലിയൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പൊ ഇനി വന്നാലിനി നമുക്ക് നമ്മളെ പണി തുടങ്ങാലോ. അതിന് വേറെ തടസ്സമൊന്നുമില്ലല്ലോ. സാറിന് ജോലിയായ? എന്താ? അല്ല, സാറിന് ജോലിയായോ? റെഡിയായെന്ന് പറഞ്ഞാൽ നീ കുറെ ദിവസമായില്ലേ അവളെ എങ്ങോട്ടും പോകുന്നുമില്ല, എനിക്ക് നിന്നെ ഒന്ന് കാണാനും പറ്റുന്നില്ല. ചേച്ചി പോകാൻ കാത്തുനിന്നില്ലാന്നല്ലോ. പിന്നെ അല്ലാതെ അവളുടെ എവിടെയും പോകുമ്പോഴല്ലേ എനിക്ക് നിന്നെ കാണാൻ പറ്റുള്ളൂ. സാറിപ്പോ വെറുതെ പുറത്തു പോയതാ? ഞാൻ രാവിലെ ഒന്ന് ഇറങ്ങിയതാ, അവൾക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചൊന്ന് ടൗണിലൊക്കെ വന്നിട്ട് അങ്ങോട്ട് വരാം, അപ്പോഴേക്കല്ലേ നീ വരുള്ളൂ. എന്നെ അവിടെ കാണാതെ നീ വിചാരിച്ചു നീ ഇന്ന് രക്ഷപ്പെട്ടു? ഞാൻ അധികം നേരം നോക്കണ്ട. അതെ, ഞാനിപ്പോ അങ്ങോട്ട് വരും. പിന്നെ കൊച്ചിനൊന്നും കൂട്ടിയിട്ടല്ലോ വന്നിരുന്നത്? ഇല്ല, കൊച്ചല്ലോ വീട്ടിൽ തന്നെയുണ്ട്. കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതില്ല, അന്നേരം പറഞ്ഞ് കൊച്ചിനെ ദിവസം നീ അധികം കൊച്ചിനെയും കൂട്ടിയില്ലേ ജോലിക്ക് കിട്ടുക? അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചി ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ ചിലപ്പോ നാളെ വീട്ടിൽ പോകുന്നു പറഞ്ഞോണ്ട് പിന്നെ കൊച്ചിനെ ഞാൻ കൂട്ടിയിട്ടില്ല. എനിക്കതാണ് മനസ്സിലായല്ലേ കാര്യം. പിന്നെ ഇന്നലെയും തുടങ്ങിയൊന്നുമല്ലല്ലോ. അതെയല്ല. അപ്പോ ഒരു കാര്യം ചെയ്യാം, നമ്മളിന്ന് എവിടെയാണ്? എന്തായാലും നമ്മുടെ റൂമിലേക്ക് വേണ്ട, നമുക്ക് പുറത്ത് മറ്റുള്ള ഏതെങ്കിലും ഒരു റൂം ആവാം. റൂമും വേണ്ട, ഞാന് ഉറങ്ങുന്ന റൂമില്ലേ അത് മതി. മറ്റേ സ്റ്റോർ റൂമിലല്ലേ? സ്റ്റോർ റൂമിലൊക്കെ ആകുമ്പോ അത് ചെറിയ നിന്റെ ഇടുങ്ങിയൊരു റൂമല്ലേ, അവിടെ നിൽക്കാതെ എങ്ങനെ ശരിയാവുക? അവിടെയാണ് എനിക്ക് താല്പര്യം. അല്ലെങ്കിൽ ചേച്ചി വരുമ്പോ മനസ്സിലായാലോ? ചേച്ചി വരുമ്പോ മനസ്സിലാവത്തൊന്നുമില്ല, നീ നന്നായിട്ട് ക്ലീൻ ചെയ്താൽ പോരെ, വൃത്തിയാക്കി വെച്ചാൽ പോരെ. എവിടെയായാലും കുഴപ്പമില്ല. അതിനേക്കാളും നല്ലത് നമുക്ക് കുളിമുറിയാണ്, അതാകുമ്പോ ഒന്നും മനസ്സിലാവൂല. ഞാൻ കുറെ ദിവസമായി കുളിമുറിയിൽ നിന്ന് നന്നായിട്ടൊരു കളിയങ്ങ് കളിക്കാം. കുളിയും നടക്കും കളിയും നടക്കും, അതല്ലേ നല്ലേ? ഒരു ഒരു ഇതില്ലാതെ പോലെ. സംസാരിക്കാനൊന്നുമില്ല, അങ്ങനെയല്ല. സാറെന്നാ വേഗം വന്നാല് നല്ലത്. അതെന്ത് എന്നെക്കാളും ഉളക്കം നിനക്ക് തുടങ്ങിയ? അങ്ങനെയല്ല, ചേച്ചി പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അവള് അങ്ങനെ പേടിക്കൊന്നും വേണ്ട. അവളങ്ങനെ പെട്ടെന്ന് വരുത്തൊന്നുമില്ല. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയ എന്തായാലും രാത്രി ഇങ്ങനത്തെ ഒരു 7 മണി നിനക്കറിയാം. കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാ ജോലിക്ക് നിർത്തിയില്ലല്ലോ. ചേച്ചി കണ്ടിട്ടില്ലേ, നിനക്ക് ശമ്പളം കിട്ടിയാ പോരെ? ജോലി ചെയ്യാണ്ട് ഞാനെങ്ങനെ ഇവിടെ വരണ്ടേ? ജോലി ഇപ്പോ എനിക്ക് വീട്ടിൽ പോയി തന്നെ ചെയ്യണമെന്ന് ഇത്ര നിർബന്ധമുണ്ട്? ഇതൊരു ജോലിയായിട്ട് കണ്ടാ മതി, ഞാൻ ചെയ്യുന്ന ജോലി. അതല്ല, സാറിനും പ്രശ്നമല്ലേ ചേച്ചി കണ്ടാല്? അതെ, അത് ഞാൻ നോക്കൂ. അങ്ങനെ അവള് വരുമൊന്നുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നു. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടാ പോയി. എന്ത്? അല്ല, സാറിവിടെ തനിച്ചേ ഉണ്ടാവും, നീ സാറിനോട് അധികം സംസാരിക്കാനൊന്നും പോകണ്ട. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് പിന്നെ നിന്റെ ജോലി കഴിഞ്ഞാൽ നീ കൂടുന്നു. നിന്റെ ജോലി ചെയ്തിട്ടാ നീ പോട്. ഇത് അവൾക്കല്ലെങ്കിൽ തന്നെ എന്നെ ഭയങ്കര സംശയമാണ്. സംശയമില്ലാണ്ട് എന്താ?
അല്ല ഇതൊക്കെ പരിപാടി എനിക്ക് സംശയം ഉണ്ടാവും. ഓ ഇതൊക്കെയല്ലേ പരിപാടി നടത്തി, ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. ഇതിനും കൂടി തന്നെയല്ലേ എനിക്ക് ശമ്പളം തരുന്നത്. അവള് പറഞ്ഞതിനേക്കാളും കൂടുതൽ ശമ്പളം ഞാൻ അവള് കാണാണ്ട് തരുന്നില്ലേ? അത് പിന്നെ ഇതും കൂടി തന്നെയല്ലേ. അത് അല്ല ചേച്ചിയായിട്ട് സാറ് അത്ര ഇതല്ലേ ഇതിലൊന്നും. എടി ചേച്ചിയായിട്ട് അത്ര അവളായിട്ട് എത്ര കാലം തൊട്ട് തുടങ്ങിയ ഇതാന്ന്. അതിന് എപ്പോ അങ്ങനെ അതൊക്കെ ചെറിയ മാറ്റം വരുമ്പോഴല്ലേ ഒരു ഇതുണ്ടാവും. ആണുങ്ങൾക്ക് അങ്ങനെയായോ, ഒരേ സ്ഥലത്ത് നിന്ന് കളിക്കുമ്പോ ജയിക്കൂല. ഇടക്കിടക്ക് കളി ഇങ്ങനെ മാറ്റി പിടിക്കണം. അതുകൊണ്ടല്ലേ നിന്നോട് പറയുന്നു. പിന്നെ എന്നോ തെറ്റ്, അതുകൊണ്ടല്ലേ എന്നാ സാറ് വേഗം വന്ന പിന്നെ അധികം എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയതാ? ഞാൻ സാധനം മേടിക്കാൻ മാത്രം വന്നൊന്നുമില്ല. ഞാൻ കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു. അവള് പോകുമ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് വരാം. ഞാൻ അവിടെ നിൽക്കുമ്പല്ലേ സംശയം വരുവാ. അപ്പൊ ഞാൻ ഇത്ര മണിക്ക് വീട്ടിൽ, ഇനി അവള് ചിലപ്പോ നിന്നെ വിളിക്കും നേരം. ഇത് ഞാൻ അവിടെ ഇത്ര മണിക്ക് എത്തിയെന്നുള്ള സമയം നീ പറയണ്ട കേട്ടത്. അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇല്ല സാറ് ഒരു കാര്യം ചെയ്യാ, നിനക്ക് കുറച്ച് സാധനം കൊടുത്തിരുവോ? ഓ അതിനിടയിൽ എനിക്ക് സാധനം എന്റെ തന്നെയുടെ നേരമില്ല. അല്ല എനക്ക് കുറച്ച് ഒരു പൗഡറും ഒരു സോപ്പും വേണം. പൗഡറും സോപ്പുവാ? അത് എടി അത് നീ തന്നെ മേടിച്ചു. ഞാൻ അതിനുള്ള കാശ് തന്നാ പോരെ. ഞാനിപ്പം വരുമ്പോ ഷോപ്പ് കയറിയിട്ട് പൗഡറും സോപ്പെല്ലാം മേടിക്കാന്ന് പറഞ്ഞാല് സാറാകുമ്പോ കുറച്ച് വിലയുള്ളത് നല്ല മണം വരുമോ? നല്ല മണമുള്ളതാ അത്. നീ അവിടെ ഉണ്ട്, ഇത് എന്റെ ഷെൽഫ് കാണും, അവിടെ നിന്ന് എടുത്തോ. അതെടുത്താൽ ചേച്ചി അറിയൂ, എനിക്ക് സാറ് വാങ്ങി തന്നാ മതി. കാശ് തന്നാ പോരാ. എന്നെ തന്നെ ഞാൻ ഒന്നാമതേ മുട്ടിയിരിക്കണം. സാറ് എനിക്ക് വാങ്ങി തരുന്നതല്ലേ. പൈസ തന്നാ പോരെ. ഇപ്പൊ സമയമില്ലാതെ പറഞ്ഞാലോ. പൈസ വന്നാല് ശരിയാവില്ല. ആ എന്നാ ശരി. എനിക്ക് പൗഡറും സോപ്പോ വേണ്ട, ഇനി വേറെ വല്ലതും വേണ്ടി വരും. വേറെ വേണോ? എനിക്ക് മറ്റേ കുറച്ച് സാധനം കൂടി വേണം. സാറ് വാങ്ങണ്ട, അത് ഞാൻ വാങ്ങിക്കോളൂ. അത് നിനക്ക് പൈസ വേണ്ടിക്ക് പറ. പൈസ സാറ് സാധാരണ തരുന്ന തന്നാ മതി. എനിക്ക് പൗഡറും സോപ്പല്ലേ വാങ്ങിക്കണം, അത് ഞാൻ മേടിക്കാം. കഴിഞ്ഞ് പോരെ. വേറെ എന്താ വേണ്ടേ? അല്ല വേറെ സാറ് മേടിക്കാൻ പറ്റിയ സാധനമൊന്നുമില്ല. അത് ഞാൻ വാങ്ങിക്കോളൂ. സാറിന് പറ്റിയ സാധനമല്ല. അവിടെ പോയി അത് നീ മേടിച്ചാ മതി. എനിക്ക് മനസ്സിലായി. അത് നിന്റെ കെട്ടിയവനോട് പറഞ്ഞാ പോരെ എനിക്ക്. അതെന്താ അവനോട് പറഞ്ഞാൽ കൊണ്ടു തരൂലേ? കെട്ടിയനോടൊന്നും പറഞ്ഞാൽ അന്ന് കൊടുക്കും. ഞാൻ പൈസ കൊടുത്താലേ അത് അയാള് എവിടെയെങ്കിലും കൊണ്ടുകൊടുത്തിട്ട് വരും. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇത് മൊത്തത്തിൽ ക്ലീൻ ആണല്ലോ അല്ലേ? ഞാൻ വീടിന്റെ അടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. വീട്ടിന്റെ മാത്രമല്ല, നീ ക്ലീൻ ആണല്ലോ അല്ലേ മൊത്തത്തില്? അത് സാറിന് അറിയില്ലേ ഞാൻ മൊത്തം ക്ലീൻ ആണ്. അത് അന്ന് ചോദിച്ചേ. ചിലപ്പോ ക്ലീൻ അല്ലാണ്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞത്. നല്ല ക്ലീൻ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ചെറിയ സമയം കൊണ്ട് എനിക്കൊന്ന് കുളിക്കാൻ പറ്റിയ കുളിച്ചോ. അല്ല സോപ്പ് നല്ല മണമുള്ള സോപ്പാണെങ്കിൽ ഞാൻ സോപ്പ് കൊണ്ടിരുന്ന നല്ല മണം പിന്നെ കൊണ്ടുതരാം. എന്താ സാറ് വേഗം വന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ കുളിയൊന്നും നടക്കൂലേ? അല്ല വേഗം വരാൻ പോകുന്നു, സമയമുണ്ടല്ലോ. ഇന്ന് ഇത്ര തിരക്ക്. ബാക്കി പണിയൊക്കെ അതെ അതാ ഞാൻ പറഞ്ഞു. വീട്ടിലോട്ട് മറ്റുള്ള ജോലിയെല്ലാം തീർത്തു വെക്ക്. അവളെന്തെല്ലാം പണിയാ പറഞ്ഞ അതെല്ലാം തീർത്തു വെക്ക്. ഞാൻ കൊറേ ജോലിയൊക്കെ തീർത്തു, കുറച്ചേ ഉള്ളൂ. തുണി അലക്കാനുണ്ടായിരുന്നു, അലക്കി തീർന്നാ? അതെല്ലാം അലക്കാണ് ഞാൻ അടിയിട്ട്. അപ്പൊ നമുക്ക് നല്ലൊരു കുളിയും കുളിച്ചിട്ട് ഒരു കളിയും കളിച്ചിട്ട്
തുടങ്ങാം. എന്നാ സോപ്പും വാങ്ങിക്കുക. ആ നമ്മളോട് ഏത് സോപ്പാ വേണ്ടേ? ഏത് സോപ്പാ വേണ്ടേ? കുറച്ച് മണമുള്ളത് തന്നെ ആയിക്കോട്ടെ. ആ ശരി. കാരണം അല്ല ഞാന് എന്നെ മണക്കണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ വേർത്തിട്ടാവുന്നത്. ആ വേർത്തേന് സാരമില്ല. അതൊന്നും പ്രശ്നല്ലേ? സാറിന് അതൊന്നും പ്രശ്നല്ലേ? ഓ ആ സമയത്ത് ഇനി എന്തിന് ഇത് വേർപ്പിനെന്നാ പ്രശ്നം? എന്നാലും വേർക്കുമല്ലോ. എന്നാലും ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട്. അത് നമുക്ക് ഇത് കളിച്ചോണ്ടങ്ങ് കുളിക്കാം. അതാണെന്നില്ല, കളിച്ചോണ്ട് കുളിക്കുമ്പോ അതൊരു പ്രത്യേകതരം സുഖമായിരിക്കും. എന്താ എന്നാ പിന്നെ എല്ലാം റെഡിയാക്കി വെച്ചോ. ഞാൻ എന്റെ സോപ്പും മേടിച്ചിട്ട് വരാം. വേറൊന്നുമില്ലല്ലോ. ആ പ്രത്യേകം ശ്രദ്ധിക്കണം, അവള് വിളിക്കുമ്പം പറയണേ ഞാൻ വന്നില്ല, ടൗണിലെ ഉള്ളതിനെ പറയാം. എന്നിട്ട് എപ്പ വിളിച്ചാലും ടൗണിലെ വന്നിട്ട് വീട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അത് ഉള്ളത് നീ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല. നീ ജോലി ചെയ്യണം ഫോണങ്ങ് വെച്ചിരുന്നു പറഞ്ഞാൽ പോരെ. പിന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ മിസ് കോൾ ഉണ്ട, പിന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞുതരാം. ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പോകും. ടീച്ചർ പറയാ അല്ലേ സാറ് ഇവിടെ ഇപ്പൊ വന്നിരുന്നു. ആ അത് പിന്നെ ഞാൻ പറഞ്ഞോളൂ. നിന്നോട് ചോദിച്ചിട്ട് നീ പറഞ്ഞില്ല കുറച്ചു നേരം ആയുള്ളൂ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെ പിന്നെ അത് മതി.